ഹലോ, ഇന്ന് നമുക്കൊരു ലഞ്ച് റെഡിയാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എളുപ്പത്തിൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പാവയ്ക്ക ഫ്രൈ, ക്യാബേജ് തോരൻ, സാമ്പാർ പരിപ്പും മുരിങ്ങയിലയും കൊണ്ടുള്ള ഒരു ഒഴിച്ച് കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു മീൻ ഫ്രൈയും വെച്ചിട്ടുണ്ട്. നമുക്ക് അരക്കപ്പ് പരിപ്പെടുക്കാം. അത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരക്കപ്പ് വെള്ളവും ഒഴിച്ച് സ്റ്റൗ ഓണാക്കി വയ്ക്കാം. ഒരു 5 വിസിൽ കേൾക്കട്ടെ. ഈ സമയം നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം. അരമുറി തേങ്ങ, അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും ഇട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഈ സമയം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അത് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് മുരിങ്ങയില ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതിൽ കൂടി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. നല്ല ലൂസാവണ്ട, കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കട്ടെ. ഇനി നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ച് വയ്ക്കാം. തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്കത് കടുക് താളിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ഇട്ട് നമ്മൾ കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. ഞാൻ ക്യാബേജ് ഒരു ചോപ്പറിലിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. ഇനി ക്യാബേജ് നമുക്കതിലേക്കിടാം. കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ചേർക്കണ്ട. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളിതിൽ തേങ്ങ ഇടുന്നില്ല. മുട്ട ഒന്ന് വേവട്ടെ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. ഞാൻ പാവയ്ക്ക അരിഞ്ഞ് വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും. മുളകിന് പകരം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അത് അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ഏകദേശം കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആവണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. സ്റ്റൗ മീഡിയത്തിലും ആക്കി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. ഇപ്പം നമ്മുടെ പാവയ്ക്ക ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വിളമ്പാം. പാവയ്ക്ക ഫ്രൈ, കാബേജ് മുട്ടത്തോരൻ, നേരത്തെ തയ്യാറാക്കിയ അച്ചാർ, നമ്മുടെ ഒഴിച്ചുകറി, അതിലേക്ക് 2 കഷ്ണം മീനും കൂടി വെച്ച് നമുക്ക് കഴിക്കാം. ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.